കെ.പി. നാരായണൻ ചൂളയിൽ കുമ്മായത്തിനായി കക്ക നീറ്റുകയാണ്. അതിനേക്കാളും നീറുന്ന മനസ്സോടെ നേറി മരിക്കുന്ന സ്വന്തം ഭാഷ മുറുകെ പിടിച്ചാണ് 87-ാം വയസ്സിൽ നാരായണൻ നടക്കുന്നത്. നാമികയെ മാത്ര ഹോദിൻ തതി. ഇപ്പോൾ ആരും നമ്മുടെ ഭാഷ പറയുന്നില്ല, ഞാനും ഇവളും മാത്രമായെന്ന സഹോദരന്റെ മകൾ 68-കാരി രാജപുത്രി ചൂണ്ടി നാരായണൻ പറഞ്ഞു. കെ.പി. നാരായണൻ കേക്ക് എടുക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മ ഇഞ്ചത്തി, അച്ഛൻ കെ.പി. മാലിങ്ങൽ, അച്ഛന്റെ പേര് മാലിങ്ങൽ. അതിന് ശരിക്കും എവിടുന്നാ നിങ്ങൾ വരുന്നത്? ശരിക്കും നാട് വേറെ ദൂരത്തും വന്നിട്ട് ഒരു കൊത്തിപ്പിടിച്ചത് പണ്ടില്ല ആള്. അങ്ങനെ എനിക്കറിയാം, ഞാൻ ചെറിയ പിള്ളേരല്ലേ. അച്ഛൻ ചിമ്മന്, എങ്കട്ടൻ, അച്ഛന് 2 ഭാര്യകൾ, 8 പൊമ്മക്കള്, പെണ്ണ് 4 ഭാര്യക്കാർ, 1 രാഘവൻ, 1 ചിമ്മ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർണാടകയിൽ നിന്ന് ഉത്തര കേരളത്തിലേക്ക് കുടിയേറിയ ചക്ലിയ സമുദായം സംസാരിച്ചിരുന്ന മാതിക എന്ന ഭാഷയാണ് കേവലം 2 പേരുടെ മാത്രം സംസാര ഭാഷയായി വംശനാശ ഭീഷണി നേരിടുന്നത്. ഈ സമുദായത്തിലെ അവശേഷിക്കുന്നവരും പിൻതലമുറയും പൂർണ്ണമായും സംസാര ഭാഷയെ മലയാളം തിരഞ്ഞെടുത്തതോടെ കണ്ണൂരിലെ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പൂക്കാനം വില്ലേജിലെ കെ.പി. നാരായണനും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരന്റെ മകൾ രാജപുത്രിയും മാത്രമായി മറവിയിൽ ആണ്ടുപോകുന്ന മാതിക ഭാഷയുടെ കാവൽക്കാർ. ഉത്തര കേരളത്തിൽ കുമ്പളയും കാഞ്ഞങ്ങാടും കാസർഗോഡും കരിവള്ളൂരും ചെറുവത്തൂരും കണ്ണൂരും വരെ മാതിക ഭാഷയുടെ വേരുകളുണ്ടായിരുന്നു. പക്ഷേ നാരായണനും സഹോദരി രാജാറാണിയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോടെ മാതിക ഭാഷയ്ക്ക് മരണമണി മുഴങ്ങും. ഇപ്പോൾ ഈ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആള് 68-കാരിയായ രാജപുത്രിയാണ്. കുമ്മായ ചോളക്കരികിൽ നിന്ന് നാരായണൻ രാജപുത്രിയോട് മാതിക ഭാഷയിൽ എപ്പോഴും ഓരോന്ന് മിണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ മലയാളത്തിലാവും രാജപുത്രിയുടെ മറുപടി. അപ്പോൾ നാരായണന് കോപം വരും. അത് തെറിവിളിയായും കലഹമായും മാറും. അല്പനേരം കഴിഞ്ഞ് എല്ലാം മറന്നവർ വീണ്ടും മാതൃഭാഷയുടെ സ്നേഹം കൈമാറും. മണ്ണിന്റെ അമ്ലാംശം അകറ്റുന്നതിനുള്ള കുമ്മായം തലച്ചുമടായി കൊണ്ടു നടന്ന് വിറ്റാണ് 87-ാം വയസ്സിലും നാരായണൻ ജീവിക്കുന്നത്. ഒപ്പം ഭാഷ മണ്ണടിയാതെ കാക്കുകയും ചെയ്യുന്നു. ലിപിയില്ലാത്ത ഭാഷയാണിത്. പലായനം ചെയ്തു വന്ന ഗോത്ര ജനത മലയാളവുമായി കൂട്ടിക്കെട്ടി സൃഷ്ടിച്ചതാണ് ഈ ഭാഷ. തെലുങ്ക്, തുളു, കന്നഡ, മലയാളം എന്നിവയുടെ മിശ്രിതമായ സങ്കര ഭാഷ അറിയില്ലെങ്കിലും കന്നഡക്കാർക്കും മലയാളികൾക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കന്നഡയുടെ പഴയ രൂപമായ ഹവ്യക കന്നഡയാണ് മാതികയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. തിരുവെങ്കിട്ടാരമണയുടെയും മാരിയമ്മയുടെയും ഭക്തരാണിവർ. ക്ഷേത്ര ഉത്സവത്തിന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഒരാളിൽ അവശേഷിച്ച മാതിക ഭാഷയിൽ സംസാരിക്കുന്ന ആചാരമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനും ആളില്ലാതാകുകയാണ്. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഈ ഭാഷ അറിയാമായിരുന്നു. ഈ ഭാഷയിലാണ് മിണ്ടല. നമ്മ അയിത്തക്കാരല്ലേ, നമ്മളോട് മറ്റുള്ളവരൊന്നും മിണ്ടൂല. അവഗണനയുണ്ടെങ്കിലും ഇപ്പോൾ നാട്ടുകാരുമായി ഇടപെട്ട് ജീവിക്കുന്നതിനാൽ ക്രമേണ മാതിക ഭാഷയിലെ വാക്കുകളെല്ലാം മറന്നുപോയി എന്ന് നാരായണന്റെ അയൽവാസി സി സുശീല സമുദായംഗം വ്യക്തമാക്കി. ജാതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക അവഗണനയാണ് ഭാഷയുടെ അവഗണനയ്ക്ക് കാരണം. പുതിയ തലമുറ അവരുടെ ഭാഷ കൊണ്ട് തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരിവള്ളൂർ സാംസ്കാരിക പ്രവർത്തകൻ മുരളീധരൻ അഭിപ്രായപ്പെട്ടു.